അതിനുശേഷം ഡീറ്റെയിൽ ഓഫ് നെക്സ്റ്റ് നമ്മൾ സ്റ്റേജിലോട്ട് വരുന്നത് തേർഡ് ഡീറ്റെയിൽസ് ഓഫ് അപ്ലിക്കൻ്റ് ആണ്. ആരാണോ അപ്ലൈ ചെയ്യുന്നവർ ഡീറ്റെയിൽസ് ആണ്. അപ്ലിക്കൻ്റെ പേര് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. അതിനുശേഷം അപ്ലിക്കൻ്റ് നെയിം മലയാളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അവരുടെ അഡ്രസ്സും കൂടെ കൊടുക്കാനുണ്ട്. സൺ ഓഫ് ഡോട്ടർ ഓഫ് എന്നുള്ള സ്ഥലത്ത് നമുക്ക് അഡ്രസ്സും ഡീറ്റെയിൽസ് കൊടുക്കാം. താഴെ നമുക്ക് കംപ്ലീറ്റ് അവരുടെ അഡ്രസ്സ് കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് എത്തുന്ന ഡോക്യുമെൻ്റ് അറ്റാച്ച്മെൻറ്റ്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യേണ്ടത്, ആ ഡീറ്റെയിൽസൊക്കെയാണ്. വാട്ടർ ക്വാളിറ്റി അനാലിസിസ്, ചൂസ് ഫയൽ. വാട്ടർ ക്വാളിറ്റി അനാലിസിസ് റിപ്പോർട്ട് നമ്മൾ കൊടുക്കണം. അത് കൂടെ അറ്റാച്ച് ചെയ്യാനുണ്ട്. ആൻഡ് നമ്മൾ ഡിപ്പെൻസ് ഇതിപ്പോൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത് വാട്ടർ ക്വാളിറ്റി അനാലിസിസ് റിപ്പോർട്ട് കൊടുക്കാനുണ്ട്. നെക്സ്റ്റ് ഹരിതകർമ്മസേന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഇത് കൊടുക്കാനുണ്ട്. മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇത്രയും സാധനങ്ങളുണ്ട്. ആൻഡ് എഗ്രിമെൻറ്റ് വേസ്റ്റ് ഹരിതകർമ്മസേന ആൻഡ് അതർ ഡോക്യുമെൻറ്റ് ഇഫ് എനി, നമ്മുടെ ID പ്രൂഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്കിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻ്റൊക്കെ നമുക്കിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും ഡോക്യുമെൻ്റൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ സമ്മറി നോക്കാം. സമ്മറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിക്ലറേഷനാണ്. ഡിക്ലറേഷനിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. നമ്മൾ പേ നൗ എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് നെറ്റ് ബാങ്കിങ്ങിലോട്ടുള്ള ഓപ്ഷൻ വരും. നെറ്റ് ബാങ്കിങ് നമ്മൾ ഏതാ ബാങ്കാണോ സെലക്ട് ചെയ്തത്, നെറ്റ് ബാങ്കിങ് ത്രൂ നമുക്ക് പേയ്മെൻറ്റ് ഫിനിഷ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് ഫിനിഷ് ചെയ്താൽ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതാണ്. ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ത്രൂ നമ്മൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ റെസിപ്റ്റ് കിട്ടും. ആ റെസിപ്റ്റ് നമുക്ക് പ്രിൻ്റ് ഔട്ട് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കിയാൽ നമ്മൾ ചെയ്ത ഈ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് പ്രോസസ്സ് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അതിനുശേഷം അതിൽ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സോ ആരാണോ അതിൻ്റെ ഓഫീസേഴ്സ് അവർ അതിൻ്റെ പ്രൊസീഡിങ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്കിതിൽ കാണാൻ പറ്റും ഓൺലൈനിൽ. ഇൻ കേസ് നമുക്ക് അവരായിട്ട് കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് നമുക്ക് നമ്മുടെ പ്രോസസ്സ് എന്താണ് കറൻറ്റ് സ്റ്റാറ്റസ് എന്ന് ചോദിക്കാവുന്നതുമാണ്. താങ്ക് യു. ഇത്രയാണ് ഒരു പുതിയ കട ലൈസൻസ് എടുക്കാനുള്ള മെയിനായിട്ടുള്ള പ്രോസസ്സ്.